സാർ, നമ്മൾ ഫൈനാൻഷ്യൽ ഫ്രീഡത്തെക്കുറിച്ച് പറയുമ്പം ഇന്നത്തെ ആളുകൾക്കുള്ള ഡൗട്ട് എവിടെ ഇത് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പം പണ്ട് കാലത്ത് നമ്മൾ ബാങ്കിനെയും FD-യും ഒക്കെ ആയിരുന്നു, ചിട്ടികളെയും ഒക്കെ ആയിരുന്നു ആശ്രയിച്ചിരുന്നത്. ഇന്ന് അത് മാറി മ്യൂച്വൽ ഫണ്ടിലേക്കും അതേപോലെ SIP-യിലേക്കും മറ്റ് ഷെയർ മാർക്കറ്റിലേക്കും ഒക്കെ ആയി. അതോടൊപ്പം മറ്റു ചിലർ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഏതാണ് നമുക്ക് മെച്ചം, എങ്ങനെയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, അതിനെക്കുറിച്ചൊന്ന് പറയാം. ഓക്കെ. ഇപ്പം നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു പഠനമോ ഒന്നും ഇല്ലാതെ, അതിന് സമയം ഇല്ലാതിരിക്കുന്ന ആൾക്കാർ നമുക്ക് നല്ല കെട്ടുറപ്പുള്ള സ്ഥാപനങ്ങൾ നടത്തുന്ന മ്യൂച്വൽ ഫണ്ടുകളോ അവരുടെ SIP-കളോ നമുക്കത് സഹായകരമാണ്. കാരണം നമ്മൾ അതിനെക്കുറിച്ച് ഒട്ടും ബോധർ ചെയ്യണം. പിന്നെ നമ്മളൊരു പർട്ടിക്കുലർ കാലത്തേക്ക് അതിൻ്റെ വില താഴുകയോ കൂടുകയൊക്കെ ചെയ്താലും നമ്മളിതിൻ്റെ മച്ചുറായി വരുന്ന സമയത്ത് നമുക്ക് വളരെ നല്ല റിട്ടേൺസ് ഉണ്ടാവും. നമ്മൾ പ്രതീക്ഷിക്കുന്ന കഴിഞ്ഞും കൂടുതൽ റിട്ടേൺസ് ഉണ്ടാവും. അതിനകത്ത് രണ്ടാമത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. അത് നമ്മൾ ഈ ഷർട്ട്, ഇപ്പോൾ ഈ ഡ്യൂയി ഫിലിപ്പിൻ്റെ ഷർട്ട് തയ്ച്ച് പാക്ക് ചെയ്ത് കൊടുക്കുന്ന പോലെയാണ്. ഓക്കെ. അപ്പം ശരിക്കും പറഞ്ഞാലൊരു 700 രൂപ 800 രൂപയുടെ തുണിയും മെറ്റീരിയൽസും കൂടെയാണ് തയ്ച്ച് പാക്ക് ചെയ്ത് ബ്രാൻഡ് ചെയ്ത് നമുക്ക് വരുമ്പം ഒരു 3200 രൂപയ്ക്ക് നമുക്ക് കിട്ടും. ഓക്കെ. എന്ന് പറഞ്ഞതുപോലെ നമുക്കിപ്പോൾ SIP ആണെങ്കിലും അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ആണെങ്കിലും ഒക്കെ നമ്മൾ എടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഇടയ്ക്ക് ഈ കുറച്ച് വിദഗ്ധന്മാർ ചെയ്ത് വെട്ടി തയ്ച്ച് റെഡിയാക്കി പാക്ക് ചെയ്ത് നമ്മളുടെ മുന്നിൽ എത്തിക്കുന്നു. പക്ഷേ അതിനെ കഴിഞ്ഞ് കുറച്ചുകൂടെ സ്വല്പം, ഒത്തിരി ഒന്നും ബുദ്ധിമുട്ടല്ല, സ്വല്പം ഒന്ന് മെനക്കെടാൻ പറ്റുമെങ്കിൽ ഒക്കെ ചെയ്യാവുന്നത്. ഇന്ത്യയിൽ മൊത്തം കമ്പനികൾ നമ്മൾ നോക്കിയാൽ ഒരു 10-300 കമ്പനി ഒക്കെയാണ് നമുക്ക് നല്ല ധൈര്യമായിട്ട് പൈസ ഇടാവുന്ന ഓഹരി നമുക്ക് ബൈ ചെയ്യാവുന്നത്. പിന്നെ അതിനകത്തുനിന്നൊരു 10-100 കമ്പനിയൊക്കെ നമുക്ക് കണ്ണും അടച്ച് പൈസ ഇടാം, ഒന്നും പേടിക്കാതെ അത്ര നന്നായിട്ട്. അപ്പോൾ അത് നമ്മൾ ഈ ഗൂഗിളിൽ പോയിട്ട് ആ കമ്പനികളുടെ ഓഹരിയുടെ ഒരു ഹിസ്റ്റോറിക്കൽ ഗ്രാഫ് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഗൂഗിൾ കാണിച്ചു തരും. ഓക്കെ. അപ്പോൾ ഒരു 20 വർഷത്തെ എടുത്താൽ പോലും ഒരിക്കൽ പോലും അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് താഴുകയും പൊങ്ങുകയും ചെയ്യുന്നുണ്ടെങ്കിലും ഒരു ട്രെൻഡ് എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഓക്കെ. അപ്പോൾ താഴുക എന്ന് പറഞ്ഞാൽ അതൊരു ടെമ്പററി ആയിട്ട് 2, 3, 6 മാസം താഴുപോകും, അത് കഴിഞ്ഞ് വീണ്ടും കയറും. പക്ഷേ ഓവറോൾ എടുക്കുവാണെങ്കിൽ എന്തുവാണ്, ഇതിൻ്റെ പ്രൈസ് 2 ഇരട്ടി 4 ഇരട്ടി 10 ഇരട്ടി 20 ഇരട്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഈ ഗ്രാഫിൽ. അപ്പോൾ അങ്ങനത്തെ നമുക്കത് ഈ പറഞ്ഞ ഈ ഹിസ്റ്റോറിക്കൽ ഗ്രാഫ് നമ്മൾ ഒരു കമ്പനിയുടെ പേരെടുത്തിട്ട് അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ഗ്രാഫ് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് ഗൂഗിളിൽ കിട്ടും. അതല്ലാതെ തന്നെ ഈ ഗൂഗിൾ ഫിനാൻസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് ഗൂഗിളിനകത്ത്. അത് ഒരു പ്രത്യേക അഡീഷനാണ്. അത് നമ്മൾ ക്രോമിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ നമ്മൾ ചോദിക്കുമ്പോഴെല്ലാം ഇന്ത്യൻ ഫിനാൻസിനെ കുറിച്ചുള്ള സാധനങ്ങൾ നമുക്ക് കിട്ടും. അതിനകത്തുനിന്ന് നമ്മളൊരു നമുക്കിഷ്ടമുള്ള ഒരു 10-100 എണ്ണം ഇട്ട് കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് ഈ വില താഴുമ്പോൾ നമ്മൾ സന്തോഷിക്കണം. ഇപ്പോൾ ഇൻ്റർനാഷണലിൽ എന്തെങ്കിലും സംഭവം, ഇപ്പോൾ നമ്മുടെ ഈ ഇലക്ഷൻ വന്നപ്പോഴത്തേക്കും തന്നെ പെട്ടെന്ന് വില താന്നു. വേറെ എന്തെങ്കിലും ഒരു ഹിൻഡൻബർഗ് റിപ്പോർട്ട് വന്നു കഴിഞ്ഞപ്പോൾ അദാനിയുടെ വില താന്നു. ഞാൻ അന്നേരം ഓപ്പണായിട്ട് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു, കാശുണ്ടെങ്കിൽ വാങ്ങിച്ചിട്ടുള്ളൂ, ഇത് 3 ടൈംസും. അപ്പോൾ 1000 താഴേക്ക് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇത് 3000 മുകളിൽ പോകും. ഇപ്പം നോക്കിയാൽ മതി, ഞാൻ ഇന്നലെ നോക്കുമ്പോൾ 3000 മുകളിൽ നിൽക്കുന്നുണ്ട്. 1000 താഴേക്ക് വന്നപ്പോഴത്തേക്ക്, കാരണം ഇത് ഷോർട്ട് സെല്ലിങ്ങിന് വേണ്ടിയിട്ടാണ്, ഇത് അറിയാവുന്ന ആൾക്കാർക്ക് നമുക്കറിയാം. നമ്മൾ അത്രയൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും നമുക്ക് ഏറ്റവും വിലപ്പെട്ട കുറേ എണ്ണം കണ്ടെത്തിയിട്ട് അതിനകത്തോട്ട് നമ്മൾ ഒത്തിരി എമൗണ്ട് ഒന്നും ഇടേണ്ട കാര്യമില്ല. ഇപ്പം നിങ്ങൾക്ക് ഒരു 500 രൂപയൊന്നും ഉള്ളൂ. ഒരു ഡിമാറ്റ് അക്കൗണ്ട്, മിക്കവാറും എല്ലാ ബാങ്കിലും ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ട്. അതൊരു ആപ്ലിക്കേഷനിൽ, ഇപ്പോൾ എൻ്റെയൊക്കെ മൊബൈലിൽ SBIയുടെ ഡിമാറ്റ് കിടക്കുക. അപ്പോൾ ആ ഡിമാറ്റ് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ എപ്പം നോക്കിയാലും എനിക്കറിയാം മൊത്തം എൻ്റെ ഫണ്ടിൻ്റെ വാല്യൂ എത്രയാണ്. ഇത് കൂടാതെ എനിക്ക് അവർ വിഷ് ലിസ്റ്റിന് വേണ്ടിയിട്ട് കുറേ എണ്ണം തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് എനിക്കിപ്പോൾ ഒരു 10 ഷെയർസ് ഇന്നിപ്പോൾ അവർ എനിക്ക് ബർഗർ പെയിൻറ്റ് അങ്ങനെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്, ഹിന്ദുസ്ഥാൻ ലീവർ, ടാറ്റ മോട്ടേഴ്സ്, ICICI, ITC, LIC ഷെയർസ്, റിലയൻസ്, SBI ഷെയർസ് ഒക്കെ ഇവർ റെക്കമെൻഡ് ചെയ്ത് ഇട്ടേക്കുന്നതാണ്. ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ 4 ഇരട്ടി 5 ഇരട്ടി അങ്ങനെയൊന്നും പോകില്ല. പക്ഷേ ഭയങ്കര ഡീസൻ്റ് ആയിട്ടുള്ളൊരു റിട്ടേൺസ് കിട്ടും. എനിക്ക് നല്ല റിട്ടേൺസ് കിട്ടുന്നുണ്ട്. അപ്പം നമുക്കത് മതി. അപ്പോൾ ഇത് പഠിക്കാനായിട്ടാണെന്ന് വെച്ചാൽ നമ്മളൊന്നുമില്ല. ഇതിനകത്തൊരു എന്താണ്, ഇപ്പോൾ ഇത് ഒരുപാട് വിദഗ്ധന്മാർ പറയും. വിദഗ്ധന്മാർ അവർ പൈസ ഉണ്ടാക്കട്ടെ, അവരവരുടേതായ രീതി. അത് പൂർണ്ണമായിട്ട് നമ്മൾ എടുക്കുകയല്ല ചെയ്യേണ്ടത്. ആരെയും ഞാൻ പറഞ്ഞാലും പൂർണ്ണമായിട്ട് എടുക്കുകയല്ല, നിങ്ങളുടെ ബുദ്ധിയോടെ നിങ്ങൾ ഉപയോഗിക്കണം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കാണുന്നതിനകത്ത് ഒരു 100-200 100 കമ്പനികളാണ് നമുക്ക് ഏറ്റവും ഇതായിട്ടുള്ളത്.
അതിനകത്ത് ഏതാണോ സ്കോപ്പ് വരുന്നത്, പ്രത്യേകിച്ചും വില എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് വില താഴുമ്പോൾ കാത്തിരുന്നോണം, ആ സമയത്ത് നമ്മൾ അങ്ങ് വാങ്ങിക്കണം. അപ്പോൾ വില കുറയുമ്പോഴത്തേക്ക് നമുക്ക് 1000 രൂപ ഇടാൻ പറ്റുള്ളൂ, 2000 ഇടാൻ പറ്റുള്ളൂ. അതൊരു ഹാബിറ്റാക്കി മാറ്റണം. എപ്പം നല്ല ഷെയറുകൾക്ക് വില കുറഞ്ഞാലും പൈസ ഇടണം. അപ്പോൾ അത് എല്ലാം നമുക്ക് ഈ ഡിമാറ്റിൽ ഇങ്ങനെ കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വാല്യൂ എത്രയുണ്ടെന്ന് കാണിക്കും. എത്ര വാല്യൂ നമുക്കിപ്പം ഇത്ര രൂപ ഉണ്ടെന്നുള്ളത് കാണിക്കും, എന്നും കാണിച്ചുകൊണ്ടിരിക്കും. എപ്പം നോക്കിയാലും നമുക്ക് കാണാം. അപ്പം നമുക്കതൊരു വലിയ സന്തോഷമാണ്. അപ്പം അത് കൂടെ കൂടെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനീ പറഞ്ഞത്, ഒരു ദിവസം നമ്മൾ ഉണ്ടാക്കുന്ന പൈസ, ജീവിക്കുന്ന പൈസ, അത്രയും പൈസ തന്നെ വീണ്ടും നമ്മൾ നിക്ഷേപിച്ചാലേ നമുക്ക് ഈ 10-35 വർഷം നമുക്ക് ഇൻകം ഇല്ലാതെ ജീവിക്കുമ്പോഴത്തേക്ക് സപ്പോർട്ട് കിട്ടത്തുള്ളൂ. അപ്പം സേവിങ്സിന് ഇപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ലതാണ്. ഓക്കെ. പിന്നെ ഇത് കുറച്ച് പഠിച്ചൊരു 3-4 വർഷമൊക്കെ, നമ്മൾ ഒരുപാടൊന്നും പഠിക്കണ്ട. പണ്ടൊക്കെ ആണെങ്കിൽ ഞാനൊരു 1990-ലൊക്കെ ഇക്കണോമിക് ടൈംസ്, എല്ലാ ദിവസവും ഇക്കണോമിക് ടൈംസ് വായിക്കും. അതേപോലെ തന്നെ പിന്നെ ബിസിനസ് ലൈൻ എന്നും പറഞ്ഞ ഹിന്ദുവിൻ്റെ ഒരു ഉണ്ടായിരുന്നു. ഇതൊക്കെ എല്ലാ ദിവസവും വായിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ അന്ന് ഇത് വാങ്ങിക്കുകയും കൊടുക്കുകയും ചെയ്യുന്നതുകൊണ്ട്. എൻ്റെ ലൈഫിലെ ആദ്യത്തെ ഫസ്റ്റ് കമ്പ്യൂട്ടർ ഞാൻ വാങ്ങിക്കും 1995 ആദ്യത്തെ ഫസ്റ്റ് കമ്പ്യൂട്ടർ പോലും വാങ്ങിക്കുന്നത് എനിക്ക് ഷെയർ മാർക്കറ്റിൽ ലാഭം കിട്ടിയ പൈസ വെച്ചിട്ടാണ്. ഓക്കെ. പിന്നെ ഞാനത് കുറയ്ക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, എൻ്റെ ദിവസത്തിൻ്റെ കുറേ സമയം അതിൻ്റെ പേരിൽ പോകും. തന്നെയല്ല, പല ഒഫീഷ്യൽസും പല കണക്ഷൻസും ഒക്കെ ഉച്ച കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും, ആ ഷെയർ വാങ്ങിക്കണോ, ഈ ഷെയർ വാങ്ങിക്കണോ. ഇവരെ ആരെ ഒഴിവാക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിന് വായനയൊക്കെ നിർത്തിയിട്ട് ഞാനിപ്പോൾ അതിൽ വിഡ്രോ ചെയ്ത്, ഇപ്പോൾ ഞാൻ കറണ്ട് അല്ല എന്ന് പറയാൻ തുടങ്ങി. അങ്ങനെയാണ് ആ കോളുകൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റിയത്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഫ്രീ ആകാനായിട്ട് ചെയ്തു. അങ്ങനെ ഞാൻ ഷെയർ മാർക്കറ്റിലെ ഇൻവെസ്റ്റ്മെൻറ്റ് കുറേ കാലത്തേക്ക് നിർത്തിയിട്ട് പിന്നെ ഞാൻ US-ലൊക്കെ പോയി പഠിച്ചിട്ട് വന്ന് ഞാൻ പിന്നെ എന്താണ് ലോക നിക്ഷേപങ്ങളെക്കുറിച്ചും പ്രോപ്പർട്ടി മാർക്കറ്റിനെ കുറിച്ചൊക്കെ നല്ലപോലെ പഠിച്ചിട്ട് വന്നിട്ടാണ്, ചുമ്മാ കണ്ണുമടച്ച് ചെയ്യുകയല്ല, വളരെ സയൻറ്റിഫിക്കായിട്ട് പഠിച്ചിട്ട് വന്നിട്ടാണ് ഞാൻ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ. അത് വളരെ കാൽക്കുലേറ്റ് ചെയ്ത്, അപ്പോൾ അതെനിക്ക് ഷെയർ മാർക്കറ്റിനെ കഴിഞ്ഞ് വളരെ കൂടുതൽ ഈൽഡ് തന്നിട്ടുണ്ട്. അതും നമ്മളെന്താ വെച്ചാൽ എല്ലാം 100% സത്യസന്ധമായിട്ട്. ഞാൻ ഇന്ന് വരെ 5 പൈസയുടെ സ്റ്റാമ്പ് ഡ്യൂട്ടി പോലും കുറച്ച് പ്രോപ്പർട്ടി വാങ്ങിച്ചിട്ടില്ല. എൻ്റെ കൂടെ ഉള്ളവരെടുത്തും പിന്നെ ഞാൻ വാങ്ങിക്കാൻ പോകുന്ന സ്ഥലത്തിനോ ഒന്നും സമ്മതിക്കത്തില്ല. ഞാനുമായിട്ട് ഇടപാടാണെങ്കിൽ മുഴുവനും. കാരണം അതിൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ, അത് കറക്റ്റ് കൊടുത്ത് വാങ്ങിക്കുക എന്നൊക്കെ ഏറ്റവും കൂടുതൽ ലാഭം. ഓക്കെ. അത് ശരിക്കും പഠിച്ചാലേ മനസ്സിലാവത്തുള്ളൂ. അറിയത്തില്ലാത്തവരാണ് ഈ ബ്ലാക്കിൽ വാങ്ങിക്കുക, നമുക്ക് വലിയ നഷ്ടം വരികയും ചെയ്യുന്നത്. അതെല്ലാം വൈറ്റിൽ ചെയ്തുകൊണ്ട് ബിസിനസ്സും അത് തന്നെയാണ്. എല്ലാ ബിസിനസ്സും നമ്മൾ കൊടുക്കാനുള്ള ടാക്സും ഒക്കെ കറക്റ്റ് കൊടുത്തങ്ങ് ചെയ്യുവാണെങ്കിൽ, എല്ലാം പ്ലാൻ ചെയ്ത് ബിസിനസ്സിനെ കുറിച്ച് പഠിച്ചിട്ട് ചെയ്താൽ ബിസിനസ് നഷ്ടം വരേണ്ട കാര്യമില്ല. അത് അറിയത്തില്ലാത്ത ആൾക്കാരിങ്ങനെ പല മണ്ടത്തരങ്ങളും കാണിക്കും. അപ്പോൾ നമുക്ക് എപ്പോഴും ഇടുന്നത് ഈ 2 ഏരിയ, റിയൽ എസ്റ്റേറ്റിനകത്ത് പിന്നെ 4-5 തരം റിയൽ എസ്റ്റേറ്റ് ഉണ്ട്. ഓക്കെ. പല പല മോഡൽസ് ഉണ്ട്. ഈ നമ്മുടെ ഇതിനകത്തൊന്നും ഈ കമ്മീഷൻ വാങ്ങിക്കുന്ന എപ്പോഴും ഹറാമാണ്. ആര് വന്നാലും ബയറോ ഇതൊന്നും നമുക്ക്, അത് എത്ര കൂടിയ എമൗണ്ട് ആണെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യരുത്. നമ്മളെപ്പോഴും ലാൻഡ് എടുത്തിട്ട് മറിച്ച് കൊടുക്കുന്നതും അത് അപ്പുറത്ത് തന്നെ മറിച്ച് കൊടുക്കുന്നതാണ് എത്തിക്കലായിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ, ഒരു ലാൻഡ് എടുത്തിട്ട് അതിന് ഒരുപാട് വാല്യൂ അഡീഷൻസ് വരുത്തുക, അവിടെ ഒരുപാട് ഫെസിലിറ്റീസ് വരുത്തുക. അങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസ് വരുത്തി കഴിയുമ്പോൾ, റോഡൊക്കെയാണ് നല്ല വീതിയുള്ള 8-10 മീറ്റർ വീതിയുള്ള റോഡ്, ചുറ്റുവട്ടം മുഴുവൻ ഒരു വലിയ പിന്നെ എന്താണ് ഭയങ്കര ബാംഗ്ലൂർ പോലെയൊക്കെ നല്ല നല്ല സൂപ്പറായിട്ട് നമ്മൾ ആക്കി എടുത്തു കഴിയുമ്പോൾ ഇതിൻ്റെ വില അങ്ങ് കൂടും. അപ്പം എന്നിട്ട് നമ്മളവിടെ പ്രത്യേകം ഭയങ്കര അട്രാക്റ്റീവായിട്ടുള്ള മരങ്ങളും ചെടികളും ഒക്കെ വെച്ച്, വീടുകൾ ഇതെല്ലാം വെച്ച് വരുമ്പോഴത്തേക്കും, അപ്പം പിന്നെ സ്വാഭാവികമായിട്ട് അവിടെ നമ്മളവിടെ ഒത്തിരി ഡെവലപ്പ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ. ഓക്കെ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അതിന് നല്ല ഡിമാൻഡും ഉണ്ടാകും, നല്ല ലാഭം ഉണ്ടാകും. അപ്പോൾ ഞാൻ പ്രത്യേകമായിട്ട് ഞാൻ ചെയ്യുന്ന, എനിക്ക് ഒത്തിരി ശിഷ്യന്മാരുണ്ടല്ലോ, ഞാൻ അവരുമായിട്ട് ഒന്നിച്ചാണ് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ ഞാനായിട്ട് പോയി സ്ഥലം കാണുകയോ ഒന്നും ചെയ്യത്തില്ല. നമ്മുടെ ശിഷ്യന്മാർ തന്നെ പ്രോപ്പർട്ടി പോയി കണ്ട് അവർ തന്നെ ബോധ്യപ്പെട്ട്, അതിന് ഞാൻ ഇതിനെ നമ്മൾ അനാലിസിസ് ഉണ്ട്. അപ്പോൾ ഒരു 1500 പോയിൻറ്റ്സിനകത്ത് നിർത്തിക്കൊണ്ടാണ് നമ്മൾ വാല്യൂ എടുക്കുന്നത്. 1500 പോയിൻറ്റ്സിനകത്ത് നമുക്കൊരു 1100 പോയിൻ്റ് ആണെങ്കിൽ പോലും നമ്മൾ നോക്കാൻ പോകില്ല. പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ എടുത്തു കഴിയുമ്പോൾ നമുക്ക് 1200 1300 മുകളിലാണ് നമ്മുടെ ആൾക്കാർ പോയി നോക്കി പഠിച്ച് ആ റിപ്പോർട്ടും എല്ലാം ആയിട്ട് വന്ന്, പിന്നെ എല്ലാം കഴിയുമ്പോഴാണ് എല്ലാ ഫീസിബിലിറ്റിയും വരും. പിന്നെ ഞാൻ പഠിക്കും അതിനെ നമുക്ക് എങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് കുറേ ദിവസങ്ങളിരുന്ന് പഠിച്ച്
സാധ്യതകളെല്ലാം പഠിച്ച് അത് പിന്നെ നമുക്ക് കൂട്ടാനായിട്ട് ഒരുപാട് ഫോർമുലാസ് ഉണ്ട്. അതെല്ലാം നമുക്ക് കമ്പ്യൂട്ടറിൽ ഇട്ടിട്ട് കൂട്ടി അതെല്ലാം വെച്ച് അനാലിസിസ് എല്ലാം ചെയ്തതിന് ശേഷമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും എടുക്കുന്ന നമ്മൾ എപ്പോഴും വലിയത് എടുക്കത്തുള്ളൂ. ഒരു 100 പേർക്ക് ഒന്നിച്ച് നേട്ടം കിട്ടുമ്പോൾ ശിഷ്യർക്ക് കൂടെ നേട്ടം കിട്ടണം. അപ്പം ആ രീതി ചെയ്യുമ്പോഴത്തേക്ക് നമുക്കത് ഒരു സ്ട്രെസ്സും ഇല്ലാതെ ഒരു ടെൻഷനും ഇല്ലാതെ ഭംഗിയായിട്ട് നല്ല റിട്ടേൺസും കിട്ടുന്നുണ്ട്. നമുക്കിപ്പോൾ ഈ ആൾക്കാർ ചിന്തിക്കുന്ന അതിൻ്റെയൊക്കെ അപ്പുറത്തേക്കുള്ള റിട്ടേൺസ് നമുക്ക് എല്ലാം സത്യസന്ധമായിട്ട് ചെയ്തിട്ട് നല്ല റിട്ടേൺസ് കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ള ഇതാണ്, ഷെയർ മാർക്കറ്റിൽ നമ്മളിപ്പോൾ പഴയതുപോലെ ഷെയർ മാർക്കറ്റിൽ നമ്മൾ കിടന്ന് പഠിക്കണ്ട. നമുക്ക് ഈ ഗൂഗിൾ ഫിനാൻസ് അതല്ലേ തന്നെ നമ്മളെ തന്നെ ആ ബാങ്ക് അവർ കുറച്ച് ഷെയർസ് നമുക്ക് റെക്കമെൻഡ് ചെയ്തുകൊണ്ട് വരും. പിന്നെ ഉറപ്പുള്ളതിനകത്ത് മാത്രം. പിന്നെ ഇടുന്നത് ചെറിയ ചെറിയ പൈസ ഇടുക. ഷെയറിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്തുവാ? 200 രൂപയോ 500 രൂപയോ 1500 രൂപയോ 2000 രൂപയോ ഒക്കെ നമ്മളിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക. അവിടെ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു മോട്ടിവേഷനാണ്. കൈ പൈസ വരുമ്പോൾ അത് വലിച്ചങ്ങോട്ട് അതിൻ്റെ കൂടെ ആഡ് ചെയ്യാനായിട്ട് അതങ്ങനെ കൂടി പൊക്കോളും. അതൊരു ഹോബിയായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ 2 എണ്ണമാണ്. വേറെ ഒത്തിരി ഉണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 40% എങ്കിലും ആനുവൽ റവന്യൂ കിട്ടി അതിങ്ങനെ നമുക്ക് വെൽത്ത് അക്യുമുലേറ്റ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന ഒരു 32-40 ബിസിനസ് വരെ അത്ര ഇതുവരെ നോക്കിയിട്ട് കിട്ടിയിട്ടുണ്ട്. 10,000 ബിസിനസ്സുകളുണ്ടെങ്കിലും നമുക്ക് അത്രയും ഉറപ്പോടു കൂടി നമ്മുടെ പേരിൽ തന്നെ നടത്തിയെടുക്കാവുന്ന സാധനങ്ങൾ എനിക്ക് അത്രേ കാണാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ.